ഹലോ ആൻഡ് വെൽക്കം ടു ഇന്ത്യൻ ടോപ്പിക്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശിവകാർത്തികേയൻ ഫിലിമോഗ്രാഫിയെ കുറിച്ചാണ്. 2012 മുതൽ 2019 വരെ ശിവകാർത്തികേയന് വന്ന ഉയർച്ചയും പിന്നീടുണ്ടായ തകർച്ചയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2012 ഇറങ്ങിയ പാണ്ഡ്യരാജിന്റെ ഡയറക്ഷനിൽ വന്ന മെറീന ഒരുപക്ഷെ നല്ല സിനിമയാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കൊണ്ടും പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും വലിയ ഹിറ്റൊന്നും ആയില്ല. ശേഷം മനംകുത്തി പറവ്, അത് മനംകുത്തി പറയുന്ന ഒരു ഹിറ്റ് തന്നെയാണ്. ഡയറക്ഷൻ ബേസ് ആണെങ്കിലും സ്റ്റോറി ബേസ് ആണെങ്കിലും ഒരു തരമായിട്ടുള്ളൊരു പടമായിരുന്നു. നല്ലൊരു വരവേൽപ്പാണ് മനംകുത്തി പറവേക്ക് ലഭിച്ചത്. മാത്രമല്ല തുലാകമനും ഡയറക്ടർ കൂടിയാണ്. അതുകൊണ്ട് നല്ല സിനിമയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പാണ്ഡ്യരാജിന്റെ സംവിധാനത്തിൽ തന്നെ കേടി പിള്ള കില്ലാടി രംഗാൻ, അതും ഹിറ്റ് തന്നെയാണ്. ധനുഷിന്റെ നായകനാക്കി പുറത്തു വന്ന സ്ത്രീ എന്ന ഫിലിമിൽ കോമേഡിയൻ റോളാണ് ഒരു ബ്രേക്ക് ത്രൂ ശിവകാർത്തികേയൻ നൽകി. നല്ല വേഷം തന്നെയായിരുന്നു ശിവകാർത്തികേയൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞാണ് വീണ്ടും ഒരു ധനുഷിന്റെ പോകുമ്പോൾ 2013 എതിർനീച്ചിൽ എന്ന സിനിമ പുറത്തു വരികയും സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് ഓടുകയും ചെയ്തു. അടുത്ത സിനിമയാണ് വരുത്തപ്പെടാതെ വാലിബർ സംഘം. പൊൻജാൻ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ സിനിമയാണ് വരുത്തപ്പെടാതെ വാലിബർ സംഘം. അതായത് ഫാമിലി ഓഡിയൻസിനെ കയ്യിലെടുത്ത സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം സാമാന്യപ്പെട്ട നല്ല സിനിമ കൂടിയ തന്നെയായിരുന്നു. ഇൻഡസ്ട്രിയിൽ ഹിറ്റും കഥയെ കൊണ്ടായിക്കോട്ടെ നല്ല ഹിറ്റ് തന്നെയായിരുന്നു വരുത്തപ്പെടാതെ വാലിബർ സംഘം. തമിഴ്നാട്ടിൽ ഇത്രയൊരു കൂട്ട ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന സിനിമ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ശേഷം രജനി മുരുകൻ ആ സിനിമ എടുത്തത് വെച്ച് പറഞ്ഞ കാണുന്ന വ്യൂവേഴ്സിനും ചേർത്തിട്ട് ഞാൻ പറയുന്നു, മാരക വെറുപ്പിക്കലായിരുന്നു ആ സിനിമയിൽ. അതെ, ഫാമിലി ഓഡിയൻസ് കയ്യിലെടുക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യമെങ്കിലും കൂട്ടും. 1-2 പാട്ടുകളുടെ ബേസിലാണ് ആക്ച്വലി ആ സിനിമ ഹിറ്റായത്. പിന്നെ ഞങ്ങൾ വന്നു ഭീമരാജ എന്ന് പറഞ്ഞ ലോക തോൽവിയായിട്ടുള്ള ഫിലിം. ഞങ്ങളുടെ തിയേറ്ററിൽ ജനങ്ങൾ കയറിയിട്ടില്ല. ഭീമരാജ് അതേ ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു. തമിഴ് സിനിമയിൽ സ്ഥിരം കണ്ടുവരുന്ന കമേഴ്ഷ്യൽ എലമെന്റ്, ഫാമിലി സെന്റിമെന്റ്, നല്ല 2-3 പാട്ടുകൾ എന്നിരുന്നാൽ കൂടിയും ജനത്തിന് വിവരം വെച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം അതൊരു ഫ്ലോപ്പായിരുന്നു. ഫ്ലോപ്പിന്റെ കൂട്ടത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ മാൻകരട്ടെ എന്ന് പറയുന്നത് വല്ലാത്ത ഫ്ലോപ്പ് ചിത്രം തന്നെയാണ്. ദുരൈ സെന്തിൽകുമാർ എതിർനീച്ചിൽ നമ്മൾ പറഞ്ഞല്ലോ, അത് വളരെ ഹിറ്റായിരുന്നു. ആ ഒരു എക്സ്പെക്ടേഷനിൽ സ്പോർട്സ് മൂവി അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ മൂവി എന്ന രീതിക്ക് കൊണ്ടുവന്ന മാൻകരാട്ടെ വലുതായിട്ട് ഒരു ഗുണവും ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വരുത്തപ്പെടാതെ വാലിബർ സംഘത്തിലൂടെ ഫാമിലി ഓഡിയൻസിനെ കയ്യിലെടുത്ത ശിവകാർത്തികേയൻ റെമോ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെ കുട്ടികളെ കൂടി കയ്യിലെടുക്കാൻ തുടങ്ങി. കുട്ടികളെ കൈയെടുത്ത് റെമോയിൽ മാത്രമായിരുന്നു. അതിനുശേഷം ഫാമിലി ഓഡിയൻസ് പോയിട്ട് ഒരു ഈച്ച പോലും അവന്റെ തിയേറ്ററിൽ കയറിയില്ലെന്നാണ് സത്യം. അതെ, ഭാഗ്യരാജ് കണ്ണൻ സംവിധാനം ചെയ്ത റെമോ അത്യാവശ്യം നല്ല എഫക്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരിക്കലും അപമാനിക്കാൻ പറ്റില്ല. ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. റെമോയിൽ ശിവകാർത്തികേയൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നന്നായിട്ട് പ്രഷറായിട്ട് വന്നു. അതിനുശേഷം ഈ വേലക്കാരെന്ന് മാത്രം സിനിമ വന്നിരുന്നു. ജനങ്ങളെല്ലാം തിയേറ്ററിൽ ഉറങ്ങിപ്പോയി. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൽ നിറയെ പ്രോബ്ലംസ് എല്ലാം ആ പടത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു. അതായത് കിഷോർ മോഹൻരാജ് സംവിധാനം ചെയ്യുന്നു. ശിവകാർത്തികേയൻ ഇത് ചോദിച്ചു മേടിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു സ്റ്റോറി ചെയ്യേണ്ട ആവശ്യം ഒന്നാമത് മോഹൻരാജിക്കില്ല. മാത്രമല്ല ശിവകാർത്തികേയൻ പോലുള്ള ഒരു നടനെ ഇത്രയും ഒരു ഹെവി ആയിട്ടുള്ള അഭിനയത്തിന് കുറെ സ്കോപ്പ് കൊടുക്കുന്ന മൂവിയിൽ ശിവകാർത്തികേയൻ എന്തുകൊണ്ടാണ് ഇട്ടതെന്ന് പോലും എനിക്ക് അറിയില്ല. അപ്പൊ അതിന്റെ ഒരു ഒറ്റ ബലം കൊണ്ടാണ് വേലക്കാരൻ എന്ന മൂവി കുറച്ചെങ്കിലും നന്നായിട്ടുണ്ട് എന്ന് പറയാൻ ഞങ്ങൾ തോന്നുന്നു. റീസെന്റ് ടൈം 2019 റിലീസായ മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഫ്ലോപ്പ് മിസ്റ്റർ ബ്ലോക്ക്, അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയാത്ത ഒരു മണ്ടന്മാരുടെ ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. എം രാജേഷ് കട്ട ഫ്ലോപ്പ് ഫിലിം കൂടിയാണ് മിസ്റ്റർ ബ്ലോക്ക്. ശിവകാർത്തികേയൻ ഫാൻസ് ഇത് കാണണമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയിൽ ലൈക്ക് അടിക്കണമെന്ന് ഞാൻ അറിയിച്ചു കൊടുക്കുന്നു. കാരണം ആ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ ഇറങ്ങി വന്ന ഓരോരുത്തർക്കും മനസ്സിൽ വിരുമ്പി കഴിയുന്ന ഓരോ ഫേസ് കട്ട് ഞാൻ തിയേറ്ററിൽ മുന്നിൽ നിന്ന് കാണുകയുണ്ടായി. ഇതേ അവസ്ഥ ശിവകാർത്തികേയൻ വീണ്ടും തുടരുകയാണെങ്കിൽ ശിവകാർത്തികേയന്റെ അവസ്ഥ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക.